നമസ്കാരം, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികളുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഉള്ള ഒരു സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താവുന്നത്, എങ്ങനെയാണ് പല ആൾക്കാരും അതിനെ മിസ്യൂസ് ചെയ്യുന്നത്, ദുരുപയോഗപ്പെടുത്തുന്നത്, അതിനെക്കുറിച്ചാണ്. ഫീച്ചറിൻ്റെ പേര് ചൈൽഡ് ലോക്ക് എന്നുള്ള ഫീച്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ നമ്മൾ ബാക്ക് സീറ്റിലായിരിക്കും ഇരുത്തുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾക്കൊരു ടെൻഷൻ കാണും. കുട്ടികളിപ്പോൾ അറിയാതെ ഡോറ് തുറക്കുമോ എന്ന് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഒരു ചിന്ത കാണും. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ബാക്കിലോട്ടായിരിക്കും കുട്ടികൾ അറിയാതെ ഡോറ് തുറക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഹന നിർമ്മാതാക്കൾ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏത് വാഹനം എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഉള്ളൊരു ഫീച്ചറാണ് ചൈൽഡ് ലോക്ക് എന്ന് പറഞ്ഞ സേഫ്റ്റി ഫീച്ചർ. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് തന്നെ പറയട്ടെ, ഇപ്പോൾ ബാക്കിലെ ഡോർ, അതായത് ബാക്കിലെ ഡോറിലായിരിക്കും ആ ചെറിയൊരു നോബ് പോലെ. പല വാഹനങ്ങളിലും വാഹനത്തിൻ്റെ കീ വെച്ചിട്ട് അതിനെ അൺലോക്ക് ചെയ്യാം. ചില വാഹനങ്ങൾ ചെറിയൊരു നോബ് പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ ഡോറിൻ്റെ അടിവശത്തായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ആ ലോക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ ലോക്ക് ഓൺ ചെയ്തതിന് ശേഷം വാഹനത്തിൻ്റെ അകത്തുനിന്ന് ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അതായത് ബാക്കിലെ ഡോറ് തുറക്കാൻ പറ്റത്തില്ല. ബാക്കിലെ ഡോറ് തുറക്കണമെങ്കിൽ വെളിയിൽ നിന്ന് തുറന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ലോക്ക് ഓൺ ചെയ്തിട്ട്, അതായത് ലോക്ക് ചെയ്തിട്ട് ഡോർ അടയ്ക്കുകയാണെങ്കിൽ കുട്ടികൾ എത്ര ശ്രമിച്ചാലും അവർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്യാം, കുട്ടികളറിയാതെ ഡോറ് തുറക്കുമോ എന്നുള്ള. പിന്നെ ഈ മിസ്യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും പല ക്യാബ് ഡ്രൈവേഴ്സൊക്കെ നമ്മുടെ ഭാഗത്തില്ല, നമ്മുടെ ഈ നാട്ടിലെ പല നോർത്ത് ഇന്ത്യയിലും ഒക്കെ നമ്മൾ പലപ്പോഴും ന്യൂസിൽ വായിക്കാറുണ്ട് പല ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വാർത്തകൾ. ലേഡി പാസഞ്ചേഴ്സിൻ്റെ കൂടെ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവർ ഈ ചൈൽഡ് ലോക്ക് ഓൺ ചെയ്ത് വെക്കും. അപ്പം ലേഡി പാസഞ്ചേഴ്സ് അറിയാതെ കയറി ഡോർ അടച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അകത്തുനിന്ന് ഡോറ് തുറക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയാവും. അപ്പം നിങ്ങൾ ഇപ്പോൾ പരിചയമില്ലാത്ത ഒരു സമയത്ത് അങ്ങനെ ഒക്കെ ഒരു ക്യാബിൽ വല്ലതും ഒക്കെ കയറുവാണെങ്കിൽ ചൈൽഡ് ലോക്ക് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കയറുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ പരിചയം ഇല്ലാത്ത അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം കാലം അത്രയ്ക്ക് മോശമായിട്ടിരിക്കുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ചെക്ക് ചെയ്യാം, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾക്ക് തുടരാം. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഡോറിൽ നിങ്ങൾ ഈ ഒരു അടിഭാഗം ഇവിടെ കാണും നിങ്ങൾക്ക് ലോക്ക്. ഈ വാഹനത്തെ കീ വെച്ച് തുറക്കേണ്ടതാണ്. ചിലത് നോബ് പോലെ ആയിരിക്കാം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അത് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇത് കീ വെച്ചുള്ളതാണ്. ഇപ്പോൾ കീ ഞാനിപ്പോൾ ലോക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഡോർ അടയ്ക്കാം. അതിന് മുന്നേ ഞാൻ വിൻഡോ ഒന്ന് ഡൗൺ ചെയ്യാം. നമുക്ക് നോക്കാം ഇത് ഓൺ ചെയ്തതിന് ശേഷം അകത്തുനിന്ന് എനിക്ക് ഡോർ തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഡോർ അടച്ചു. അപ്പോൾ ഞാൻ അകത്തുനിന്ന് ശ്രമിക്കുവാണ്. അകത്തുനിന്ന് ഞാൻ എത്ര നോക്കിയിട്ടും ഡോറ് തുറക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഞാനിപ്പോൾ അതിനെ അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്തിട്ട് ഞാൻ അടയ്ക്കാം. ഇപ്പം ഞാൻ ഡോർ അടയ്ക്കാം. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം അൺലോക്കാണത്. ഇപ്പം കുട്ടികൾ വിചാരിക്കുകയാണെങ്കിൽ വാഹനത്തിൽ നിന്ന് സുഖമായിട്ട് ഡോറ് തുറക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ലോക്ക് നിങ്ങൾ ഓൺ ചെയ്യുവാണ്, കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഓൺ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ കുട്ടികൾക്ക് തുറക്കാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ലോക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഫലപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് വേണ്ടി വളരെയേറെ നന്ദി. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.